ദാസേട്ടൻ മാത്രം അടുത്തേക്ക് വന്നാ മതി. അച്ഛൻ പോയിട്ട് വാ. ദാസേട്ടൻ പറയും, മോള് ചെയ്തത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. പിന്നെന്തിനാ ഈ വീട് ഉപേക്ഷിച്ച് അവളോടൊപ്പം പോയത്? രക്തബന്ധമാണോ വലുത്, വിശ്വാസമാണോ വലുതെന്ന് ചോദിച്ചാൽ രക്തബന്ധമാണ് എന്നും വലുത്. എന്താ ശരിയല്ലേ? 25 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ വീടിനോടുള്ള വിശ്വാസം മകളോടുള്ള വാത്സല്യത്തിന് മുന്നിൽ മുങ്ങിപ്പോയി. ഒരർത്ഥത്തിൽ ദാസ ചെയ്തത് ശരിയാണ്. അമ്മയില്ലാത്ത മകളെ ഒറ്റയ്ക്ക് വിടാനകത്ത് കൊണ്ടുപോയി. ഒരച്ഛന്റെ ഉത്തരവാദിത്വം. ഞാനത് അഖിലയോട് പറഞ്ഞത്. തിരികെ വീണ്ടും വിളിക്കാതിരിക്കാൻ ദാസേട്ടൻ ചെയ്ത ഒരു ചെറിയ തെറ്റെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞ 25 കൊല്ലക്കാലം മുഴുവൻ തെരഞ്ഞു. പക്ഷെ അവിടൊന്നും ഒരു കുറ്റവും കണ്ടില്ല. വിശ്വാസവഞ്ചന ദാസേട്ടന്റെ രക്തത്തിലേയില്ല. എന്റെ ആദ്യ പ്രസവത്തിൽ എന്നെയും ആനന്ദിനെയും ജീവനോട് കിട്ടാൻ നിങ്ങളാണ് കാരണമെന്ന് കൃഷ്ണേട്ടൻ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തതോടെ ഞാൻ തളർന്നു. എനിക്ക് യാതൊരു ദേഷ്യവുമില്ല. പക്ഷെ നിങ്ങളുടെ മകളോട് എനിക്ക് വെറുപ്പാ. ഇവളും ഒരു വീട്ടിൽ മരുമകളായി ചെന്ന് കയറേണ്ടവളല്ലേ? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ദാസേട്ടാ, പെണ്ണെന്ന് പറഞ്ഞാൽ നിലവിളക്കിൽ ജ്വാലയായിരിക്കണം. അടുപ്പിൽ ഒരിക്കലും അണയാത്ത തീക്കനലായിരിക്കണം. കുടുംബാഭിമാനത്തിന്റെ കാര്യത്തിൽ തീപ്പന്തം പോലെയായിരിക്കണം. അവൾക്ക് നല്ല ഉറച്ച മനസ്സുണ്ടായിരിക്കണം. ആ പക്വത നിങ്ങളുടെ മകൾക്കുണ്ടാകുന്നതുവരെ അവളുടെ നിഴൽ പോലും എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. മനസ്സിലായില്ലേ? ഔട്ട് ഹൗസിനെയും ഈ വീടിനെയും ചുറ്റി ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ആ കയർ താണ്ടി ഒരു കാലത്തും ഇവൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. അതാണ് എന്റെ തീരുമാനം. വളരെ നന്ദിയുണ്ട് മാഡം. എന്റെ മോളിൽ ഒരു അബദ്ധവും കാണിക്കില്ല. അത് പറഞ്ഞറിയിക്കുകയല്ല വേണ്ടത്, അവളത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. തെറ്റിച്ചാൽ ബാക്കി ഇപ്പം ഞാൻ പറയുന്നില്ല.
എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? ഞാൻ കാരണോ അച്ഛനെ വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നീ എന്ത് തെറ്റ് ചെയ്താലും തിരുത്തി ശാസിച്ചും ഞാൻ തന്നെയല്ലേ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടി ഇതേ ചെയ്യും. അത് ശരി തന്നെ അച്ഛാ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും സമയം താമസിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ ഇവിടെ തന്നെ നിൽക്കി. ഞാനും അനിയൻകുട്ടനും തിരിച്ച് നാട്ടിൽ പോയിക്കോളാം. അതേ ശരിയാവൂ. ശരിയാ അച്ഛാ, ഞങ്ങളങ്ങ് പോവാ. അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. മാഡത്തിന്റെ കണ്ണുപെടാതെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ച എന്താ കുഴപ്പം? എന്തിനാ പിന്നെ പോകാൻ വാശി പിടിക്കുന്നത്? അച്ഛൻ ഒറ്റപ്പെടുത്താനാണോ? അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും. വേണ്ട. നോക്ക്, നിങ്ങൾ മാഡം പറഞ്ഞ കേട്ടതല്ലേ? എന്തുമാത്രം ഇഷ്ടം അവർക്ക് എന്നോടൊന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വീട്ടിലെ കൊച്ചന്മാര് ഒരു ഡ്രൈവറോട് ഇങ്ങനെയൊക്കെ പെരുമാറും? ഞാൻ ഈ വീട്ടിലെ വെറും ഡ്രൈവറല്ല, ഈ കുടുംബത്തിലെ തന്നെ ഒരാളെ പോലെയാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായച്ച, പക്ഷെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞത്. ഒന്നും സംസാരിക്കണ്ട. ഇവിടെ ഈ വിഷയത്തിനുള്ള തീരുമാനം അച്ഛനെടുത്തു കഴിഞ്ഞു. അവിടെ ഒരു കയറ് കെട്ടിയിരിക്കുന്നതുണ്ടോ? അതാണ് നിന്റെ ഇവിടുത്തെ അതിർത്തി. മാഡം പറയുന്നതനുസരിച്ച് അച്ഛന് തുണയായി നീയും മോനും ഇവിടെ വേണം. കണ്ണെല്ലാം തുടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് വേണം ഈ വീട്ടിൽ കഴിയാൻ. എന്നാലേ അമ്മയുടെ ആത്മാവിന് സന്തോഷം കിട്ടും. എന്താ, അങ്ങനെയല്ലേ? എന്നാവാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. വാ. നീ കയറിനകത്ത് തന്നെ ഉണ്ടല്ലോ. നാട്ടീന്ന് ഇവിടെ കൊണ്ട് നട്ടിട്ട് ഈ മണ്ണിൽ നിന്റെ പൂക്കളെ കാണാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു എന്റെ സങ്കടം. ഇനി നിന്റെ പ്രാർത്ഥനയാണോന്നറിയില്ല. അഖിലാണ്ടീശ്വരി അമ്മ എന്നോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഇനി ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ. പക്ഷെ പെട്ടെന്ന് നീ പൂത്ത് പൂത്ത് പുതിയ പൂക്കളൊക്കെ തരണം. എന്താടി, സമ്മതിച്ചോ? നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇത് പബ്ലിക് പ്ലേസാ, ക്യാമറ എല്ലാം ഉണ്ട്, നോ ചാൻസ്. നിന്നോട് കിസ്സൊന്നല്ല ഞാൻ ചോദിക്കുന്നേ. പിന്നെ നീ എപ്പോഴും ഇങ്ങനെയാ, നൈസ് ആയിട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവസാനം കിസ്സിൽ തന്നെ കൊണ്ടെത്തിക്കും. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് സൂപ്പർ. പരിചയപ്പെട്ട് 2 ദിവസം മുമ്പ് തന്നെ ഈ സാറിനെ നന്നായിട്ട് അങ്ങ് പഠിച്ചു. അത് ശരി, അത് വിട്. നീ എന്താ ചോദിക്കാൻ വന്നേ? അത് മറ്റൊന്നുമല്ല, നീ ദേഷ്യപ്പെടരുത്. നിന്റെ പേര് ഞാൻ മറന്നുപോയി. വാട്ട്? സോറി, നിന്റെ പേര് ഞാൻ ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഈ ഹിസ്റ്ററി എക്സാമിന് രാജാക്കന്മാരുടെ ഭരണ പരിഷ്കാരവും അണക്കെട്ട് കെട്ടിയതും മരം വെച്ച് പിടിപ്പിച്ചതൊക്കെ കാണാതെ പഠിക്കത്തില്ലേ? അതുപോലെ. പക്ഷെ നീ ഒന്നുകൂടി പറഞ്ഞു, എന്താ നിന്റെ പേര്? മറന്നുപോയിട്ടാടോ, പ്ലീസ്. പറയാൻ മനസ്സില്ല. ഓർമ്മിക്കുന്നെങ്കിലേ ഓർമ്മിച്ചിട്ട് ഇനി എന്നെ വിളിച്ചാ മതി. ഡോണ്ട് ബി സില്ലി. ഞാൻ ഡാവ് അടിച്ചല്ലേ, ഒരു നമ്പർ
റോസ് റാണി എലിസബത്ത് തമ്പാൻ എന്ന നിന്റെ പേരിനെ ഞാനൊന്ന് കളിയാക്കിയതല്ലേ. ഞാൻ നിന്നെ വെറും റാണീനെ വിളിക്കും. യു നോ വൈ? ബിക്കോസ് യു ആർ മൈ ക്യൂൻ. ഈ റോയൽ ചിരിയാ നിന്റെ ഹൈലൈറ്റ്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എനിക്കൂടെ ആ ചിരി ഒന്ന് പഠിപ്പിച്ച. ഇതെങ്ങനെ ഇവിടെ കാണൂടാ, ഏതെങ്കിലും പെണ്ണുങ്ങളടുത്ത് കാണും എന്തായാലും. ഇതെങ്ങനെ ഇതാണ്? ഹലോ മച്ചു, റൊമാൻസ് കഴിയാറായില്ലേ? പന്നി തൊലഞ്ഞു. ഇന്ന് പേഴ്സ് കീറിയത് തന്നെ. മൈൻഡൊന്നും ചെയ്യണ്ടേ? എന്താ പേര്? ഞാൻ ദിലീപ്. നീയുണ്ട്. കമല മാം. ഈ പ്രൊപ്പോസൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്. യെസ് മാം. ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയണം. ശരി. നീ ഇത് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട്? നിന്റെ അപ്പൻ തേങ്ങാക്കള്ളൻ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? അല്ല, നീ ഇത് എവിടേക്ക് ഈ പോകാൻ പോന്നെ? നിങ്ങളുടെ ചേട്ടത്തിയല്ലേ വെഡിങ് ഡേ സെലിബ്രേഷന്റെ വീഡിയോ CD കാണാൻ വരാൻ പറഞ്ഞത്? ഓർമ്മയൊന്നുമില്ലേ തലയ്ക്കകത്ത്? കഷ്ടം. ആഹാ, താഴെ ആള് വരെ പോയി വീഡിയോ കാണുന്നതിനാണോ ഇത്ര ഒരുക്കം? നന്നായി പോയി. നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നോണം. ഹോ, അന്നവിടെ ആ വെഡിങ് ഡേ പാർട്ടിക്ക് ഒരു വൃത്തികെട്ട സാരി ഉടുത്തോണ്ടാ ഞാൻ പോയത്. ഇന്നെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് പോട്ട് മനുഷ്യ. അത് നിങ്ങക്ക് പിടിക്കുന്നില്ലേ? ഹോ, ഇങ്ങനൊരു സാധനം. നീ അന്നുടുത്ത ആ ചുവപ്പ് സാരിയില്ലേ, അത് ഉടുത്താ മതി. ആണോ? ചോപ്പ് എനിക്ക് നന്നായിട്ട് ചേരുവോ? ഉഹും. അതല്ല, ചുവപ്പ് സാരിയും കൂടെ ഉടുത്തിരുന്നെങ്കിലേ വല്ല LPG ഗ്യാസ് ഊറ്റിയാന്നോർത്ത് ആരെങ്കിലും എടുത്ത് കത്തിച്ചേനെ. ഛേ, നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. അമ്മേ, അച്ഛാ, അമ്മേ. ദേ പിള്ളേര് വിളിക്കുന്നു, വാ. എല്ലാവരും വന്ന് കുറച്ച് നേരമായി. എന്താ എത്ര ലേറ്റ്? താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യാ. കിടന്ന് വിളിക്കണ്ട, ഞാൻ ആ അലമാരൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ടിരുന്നതാ, അതാ താമസിച്ചത്. അമ്മ ഒരുക്കമായിരുന്നൊന്ന് കാണുമ്പോഴേ അറിയാം. ആ, ഒന്ന് ഇറങ്ങാവോ? ശരി, വാ. നടക്ക്. വല്യമ്മേ, TV ഓൺ ചെയ്യട്ടെ? ഹലോ. ആ, കൊടുക്കാം. എക്സ്ക്യൂസ് മീ മാം. ആ? US അഞ്ജലി മാം ആണ്. ഓ ഗ്രേറ്റ്. കുറെ നാളായി അവളോട് സംസാരിച്ചിട്ട്. നിങ്ങൾ കാണും, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഹായ് അഞ്ജലി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ദിനമാണ്. മോളുടെ കൊമ്പേർ നന്നായിരുന്നു.
ഓഫ് ഇടാത്. നിക്കച്ച കാണട്ടെ. ദേ അത് ഓഫ് അല്ലേ അത് ഫോർവേഡ്. ഇങ്ങോട്ട് തൊടാ. പൊടി. ഓക്കെ. എന്തു പറ്റി അനിയ? DVD സ്റ്റക്ക് ആവുന്ന കേട്ടത്തി. ഏ? അല്ല അതെങ്ങനെയാ ചേച്ചി പുതിയ DVD സ്ട്രക്ക് ആവുന്നേ? വരുണും വർഷയും നാളെ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് തന്നെ DVD വേണോന്ന് പറഞ്ഞത്. ചേച്ചി ഇത് വെറുതെയാ. ഇത്രയും നേരം ഞങ്ങൾ നന്നായി കണ്ടോണ്ടിരുന്നതാ. പിന്നെന്താ പറ്റി? സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം മുതലിട്. ആ കേട്ടത്തി DVD സ്റ്റക്ക് ആയി പോയി. ഇനി അത് വർക്ക് ചെയ്യത്തില്ല. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇട് സഹദേവ. ഇങ്ങെടുക്ക. ചേച്ചി സ്റ്റോപ്പ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ? ആ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃച്ചംബരത്ത് ശിവരാമകൃഷ്ണൻ അഖിലാണ്ടേശ്വരി ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ രജത ജൂബിലി ദിനമാണ്. ഹലോ ഹലോ ആ സഹദേവനാ? ആ അതെ അതെ. ആ ഓക്കെ. വിലാസിനെ പോസേ. കമല അരവിന്ദിനെ ഫോൺ ചെയ്. മാഡം ഔട്ട് ഓഫ് കവറേജ് എന്നാ പറയുന്നത്. ആനന്ദിനെ വിളിക്ക്. മൂത്തവന്റെ കല്യാണത്തിന് മുമ്പേ ഇളയവൻ കല്യാണം കഴിക്കുന്ന ലക്ഷണമാ. ചിന്ന വീട് സെറ്റപ്പിലൊക്കെ താല്പര്യമുണ്ടെന്നാ തോന്നുന്നേ. വിലാസിനെ, നിന്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്തയൊന്നും ഇവിടെ വിളമ്പണ്ട. പോയിടുന്നു. താങ്ക് യു സർ. അമ്മേ, നീ എവിടെ ഇപ്പോ? ഓഫീസിലുണ്ടമ്മേ. ദില്ലിയിൽ നിന്ന് മിസ്റ്റർ ധവാനും കുൽക്കർണിയും താജിൽ വന്നിട്ടുണ്ട്. ഒന്ന് നേരിൽ കാണണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചില ഇഷ്യൂസ് ഉണ്ട്. അതൊന്ന് സോർട്ട് ചെയ്യാൻ പറ്റിയ. നോട്ട് നൗ. ഇവിടെ ബിസിനസിനേക്കാളും വലിയ ഇഷ്യൂ ഉണ്ട്. അതാണ് മുൻപേ സോർട്ട് ചെയ്യേണ്ടത്. എന്തു പറ്റിയമ്മേ? എന്താ ഇഷ്യൂ? അത് ഫോണിൽ ഡിസ്കസ് ചെയ്യാനുള്ളതല്ല, നേരിട്ട് പറയാനുള്ളതാ. യു ജസ്റ്റ് ഡു വൺ തിങ്. എത്രയും പെട്ടെന്ന് അരവിന്ദ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ബ്രിങ് ഹിം ഹിയർ അർജന്റാ. അയ്യോ, എന്തു പറ്റി? അമ്മ വലിയ സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലേ? കിട്ടാത്തതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. നീ എന്താ എന്നെ ചോദ്യം ചെയ്യുന്നോ? ഏയ് നോ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മ ഫോൺ വെച്ചോളൂ, ഞാൻ അവനെയും കൊണ്ട് ഉടനെ വരാം. ഇവനിത് എവിടെ പോയി കിടക്കുന്നു?